Hi all, welcome to our class. Today we are discussing about our EVS annual examination model question paper 2024 to 2025. So let's start our class. Listen, എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്. അതിലെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Don't you know that plants around us are classified into herbs, shrubs and trees? Complete the table on the basis of their features. എന്താ പറയുന്നത്, നമ്മളെ പ്ലാന്റ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു? ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. അതിലെന്താണ് അവരുടെ ഫീച്ചേഴ്സ് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഹെർബിൽ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? സോഫ്റ്റ് സ്റ്റെം ആണ് അല്ലേ, സോഫ്റ്റ് സ്റ്റെം ആണ്. അങ്ങനെയാകുമ്പോൾ ഷ്രബ് എന്താവും? ഹാർഡ് സ്റ്റെം. ട്രീയോ വെരി ഹാർഡ് സ്റ്റെം അല്ലേ. ഇനി ഹെർബ്സിൽ നോട്ട് സോ ടോൾ എന്നാണ്, അധികം വലിപ്പമില്ല അല്ലേ. അങ്ങനെയാകുമ്പോൾ ഷ്രബോ ടോൾ അല്ലേ. ഇനി ട്രീസോ വെരി ടോൾ. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? ദ റൂട്ട് സിസ്റ്റം ഈസ് സ്മോളർ. പിന്നെയോ ലീവ്സ് ആർ മോസ്റ്റ്ലി തിൻ. പിന്നെയോ സ്റ്റെം ആർ ലോങ് അല്ലേ. ഇതൊക്കെയാണ് വാട്ടറിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. എന്താ പറയുന്നത്? താഴെ ഇവിടെ ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാലോ. റൂട്ട്സ് ഫിക്സ്ഡ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. എന്താണ്? വേരാണ് പ്ലാന്റ്സിനെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? റൈറ്റ് ആണ് അല്ലേ, ശരിയാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഓൾ പ്ലാന്റ്സ് ബ്ലൂം. എല്ലാ സസ്യങ്ങളും പ്ലാന്റ്സും എന്താണ്? പൂക്കുന്നു അല്ലേ. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? സ്റ്റെം പ്രിപ്പയർ ദ ഫുഡ് നീഡഡ് ഫോർ ദി പ്ലാന്റ്സ്. എന്താണ്? തണ്ടിലാണ് സസ്യത്തിന് വേണ്ട ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലേ. എവിടെയാണ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ. പറയൂ എന്താണ്? ലീഫിലാണ് അല്ലേ. ലീവ്സിലാണ് എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാന്റ്സ്. സോ ഇനി നെക്സ്റ്റ് എന്താണ്? ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ ദ പ്ലാന്റ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്. പൂക്കുന്ന പൂക്കളെല്ലാം എന്താണ്? ഫ്രൂട്ടായി മാറുന്നില്ല, കായകളായിട്ട് മാറുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2, നോ ഓർ ഫുഡ്. ഓക്കെ, അമ്മു പ്രിപ്പയർഡ് ദ ഫോളോയിങ് ടേബിൾസ് ടു ക്ലാസിഫൈ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ബേസ്ഡ് ഓൺ ദെയർ ഫീച്ചേഴ്സ്. എന്താ പറയുന്നത്? താഴെ കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് നമ്മോട് പറയുന്നത്. ഓക്കെ, അതിലെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഹെൽപ്പ് അമ്മു ക്ലാസിഫൈ ദം പ്രോപ്പർലി എന്ന് പറയുന്നത്. ഇത് ഒരു തെറ്റായ ഓർഡറിലാണല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മുവിനെ സഹായിക്കാം. എന്താണ്? കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യാണ്? അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാം. എങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം? ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഗ്രേപ്സ്, ഓറഞ്ച് ആൻഡ് ആപ്പിൾ. ഇനി നെക്സ്റ്റ് വെജിറ്റബിൾ ആണ് അല്ലേ. ഏതൊക്കെയാണ്? ലേഡീസ് ഫിംഗർ, ക്യുക്കുംബർ ആൻഡ് ബ്രിഞ്ചൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സീരിയൽസ് ആണ് അല്ലേ. സീരിയൽസിൽ ഏതൊക്കെയാണ് വരുന്നത്? റൈസ്, മൈസ് ആൻഡ് വീറ്റ് അല്ലേ. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. വൈ ഡു വി ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്? പ്രിപ്പയർ എ നോട്ട്. നമ്മൾ എന്തിനാണ് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്? എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മളെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? ടു എൻഷുർ വി ഗെറ്റ് മോർ ന്യൂട്രിയൻസ് അല്ലേ. നമുക്ക് പോഷകങ്ങൾ, പലതരത്തിലുള്ള പോഷകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ ഡിസീസ് പ്രിവെൻഷൻ, നമുക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗുഡ് ഹെൽത്ത് അല്ലേ, നമുക്ക് നല്ല മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മളെന്താണ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിക്കും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3, വെറൈറ്റി ക്ലോത്തിങ് അല്ലേ. ഇനി അതിലെ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Tanu and his father came to a textile shop to buy clothes.
സമ്മർ സീസൺ ഈസ് കമ്മിങ് വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്ലോത്ത് ഫോർ സമ്മർ സീസൺ. എന്താ പറയുന്നത്, തനുവിൻ്റെ അച്ഛനും കൂടെ ഒരു വസ്ത്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് തുണികൾ വാങ്ങിക്കാനായിട്ട് ചെന്നു. എന്താണ്, വേനൽക്കാലം വരികയാണ് അല്ലേ, ഏത് തരം വസ്ത്രങ്ങളാണ് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ നല്ലത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്, കോട്ടൺ ആണ് അല്ലേ, കോട്ടൺ. ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. റൈറ്റ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ക്ലോത്ത്സ് യു വിയർ ഇൻ സമ്മർ സീസൺ. നമ്മൾ വേനൽക്കാലത്ത് സമ്മർ സീസണിൽ ധരിക്കുന്ന ക്ലോത്ത്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയുള്ള ക്ലോത്ത്സ് ആയിരിക്കണം നമ്മൾ സമ്മർ സീസണിൽ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി. പിന്നെയോ ദേ ഷുഡ് ബി ഇന്റർവ്യൂ ഗ്യാപ്പ് ടു എൻഷുർ ഫ്ലോ ഓഫ് എയർ അല്ലേ. സോ നെക്സ്റ്റ് എന്താണ്, ഡു നോട്ട് വിയർ ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സമ്മർ സീസണിൽ ക്ലോത്തിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദ ഫർ ഓഫ് ഷീപ്പ് ടു സർവൈവ് കോൾഡ്. എന്താ പറയുന്നത്, നമ്മൾ തണുപ്പിൽ നിന്നും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീപ്പിൻ്റെ ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് നമ്മളൊരു ഡ്രസ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എന്താണ് അതിൻ്റെ പേര് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, വൂൾ അല്ലേ, കമ്പിളി, വൂൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ്. ഓക്കെ, വ്യത്യസ്ത തരം ജോലികൾ. ഇനി അതിലെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. എന്താണ്, താഴെ ഒരുപാട് ജോലികൾ തന്നിട്ടുണ്ട്. അതിൽ വീട് നിർമ്മാണവും ഹൗസ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ജോലികൾ ഉണ്ട്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഏതൊക്കെ ജോബ്സാണ് തന്നിട്ടുള്ളത് നോക്കാം. കാർപ്പൻട്രി, ടൈലറിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ്, ടാപ്പിംഗ്, കൺസ്ട്രക്ടിങ് ബേസ്മെൻറ്റ്, സോയിങ്, പ്ലാസ്റ്ററിങ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മോട് വർക്ക്. ഇതിൽ ഹൗസ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ജോബ്സ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതിയെടുക്കാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് നമുക്ക് എഴുതാം. കാർപ്പൻട്രി അല്ലേ, മരപ്പണി. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ്, ഭിത്തി നിർമ്മാണം. പിന്നെയോ കൺസ്ട്രക്ഷൻ ഓഫ് ബേസ്മെൻറ്റ്, തറ കെട്ടുന്നത്. പിന്നെയോ പ്ലാസ്റ്ററിങ്, തേപ്പ് പണി അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ജോബ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. വാട്ട് സർവീസ് ഡു യു ഗെറ്റ് ഫ്രം എ സ്കൂൾ. എന്താ ചോദിക്കുന്നത്, സ്കൂൾ എന്താണ്, ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ, ഒരു പൊതുസ്ഥാപനമാണ് എന്ത് സ്കൂള്. വാട്ട് സർവീസ് ഡു യു ഗെറ്റ് ഫ്രം എ സ്കൂൾ. നമുക്ക് സ്കൂളിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ്, സർവീസസ് ആണ് കിട്ടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം. എഡ്യൂക്കേഷൻ, ലഞ്ച്, യൂണിഫോം, ടെക്സ്റ്റ് ബുക്സ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്കൂളിൽ നിന്നും കിട്ടുന്ന സർവീസസ്. എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ, ലഞ്ച്, യൂണിഫോം, ടെക്സ്റ്റ് ബുക്സ്. ഇനി അതിൽ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് എ ടിക്ക് എഗെയിൻസ്റ്റ് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ മണി ട്രാൻസാക്ഷൻ. എന്താ പറയുന്നത്, താഴെ കുറച്ച് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നിട്ടുണ്ട്. അതിൽ പണമിടപാട് നടത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാ എന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. പോലീസ് സ്റ്റേഷൻ, പിന്നെ ഹോസ്പിറ്റൽ, ലൈബ്രറി ആൻഡ് ബാങ്ക്. ഇത്രയും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിന് നമ്മളെ മണി ട്രാൻസാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ്, ബാങ്കാണ് നമ്മളെ മണി ട്രാൻസാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 മൈൽ ആൻഡ് കേരള. അതിലെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള, ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഗിവൺ ഡിസ്ട്രിക്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്താ പറയുന്നത്, ഇവിടെ കേരളത്തിൻ്റെ മാപ്പ് തന്നിട്ടുണ്ടല്ലേ, അത് നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്, താഴെ കുറച്ച് ഡിസ്ട്രിക്റ്റിൻ്റെ ടേബിളിൽ കുറച്ച് ഡിസ്ട്രിക്റ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ടേബിൾ നോക്കാം. ഓക്കെ, ലോക്ക് ഡിസ്ട്രിക്റ്റ് ഫീച്ചേഴ്സ് അല്ലേ, അങ്ങനെയാണ് നമ്മുടെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെ തന്നിട്ടുള്ളത്, കാസർഗോഡ്, ഇടുക്കി, പാലക്കാട് ആൻഡ് തിരുവനന്തപുരം. ഓക്കെ, ഇനി കാസർഗോഡിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് പറയുന്നത്, ദ ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കർണാടക. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് എന്ത്, കാസർഗോഡ്.
ഓക്കെ, നെക്സ്റ്റ് എന്താണ് തന്നിട്ടുള്ളത്? ഇടുക്കി. ഇടുക്കിയെക്കുറിച്ച് നമുക്ക് എന്ത് എഴുതാം? ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള അല്ലേ? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പാലക്കാട്. ഇറ്റ് ലൈസ് അഡ്ജസൻറ്റ് ടു മലപ്പുറം ആൻഡ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. എന്താണ്? മലപ്പുറം ആൻഡ് തൃശ്ശൂർ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് എന്ത്? പാലക്കാട്. ഇനി ലാസ്റ്റ് വൺ എന്തായിരുന്നു? തിരുവനന്തപുരം. തിരുവനന്തപുരം നമുക്ക് എങ്ങനെ എഴുതാം? ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദി കേരളം. നമ്മുടെ തലസ്ഥാന ജില്ലയാണ് എന്ത്? കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാണ് എന്ത്? തിരുവനന്തപുരം. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഈസ് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്? എന്താണ്? മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏക ജില്ല. കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കോട്ടയം. നെക്സ്റ്റ് അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. ആം ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള, ഹൂ ആം ഐ? എന്താണ്? ഞാനാണ് കേരളത്തിലെ ചെറിയ ജില്ല, ആരാണ് ഞാൻ? ഇവിടെ തന്നിട്ടുള്ളത് ആരൊക്കെ നമുക്ക് നോക്കാം. ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട, കൊല്ലം. ആരാണ്? ആലപ്പുഴയാണ് ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ആലപ്പുഴ. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. വാട്ടർ ആൻഡ് സോയിൽ അല്ലേ? വെള്ളവും ജലവും മണ്ണും അല്ലേ? ഓക്കെ, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോയിൽ ആർ ഗിവൺ ബിലോ. ഇവിടെ ഒരു ബോക്സിൽ എന്താണ്? സോയിലിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദർ ഈസ് എയർ ഇൻ ദ സോയിൽ, ദർ ഈസ് ബയോമാസ് ഇൻ ദ സോയിൽ, ദർ ആർ ട്രാൻസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ. എന്താണ്? മണ്ണിൽ എന്താണ്? വായുവിൻ്റെ അംശമുണ്ട്, അതുപോലെ എന്താണ്? ജൈവാംശമുണ്ട്, അതുപോലെ എന്താണ്? വാട്ടർ അല്ലേ? വാട്ടറിൻ്റെ അംശവും മണ്ണിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിലെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഒരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ? എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളതാണ്. എന്താണ്? പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ടു പ്രൂവ് ദാറ്റ് ദർ ആർ ട്രാൻസസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. എന്താണ്? മണ്ണിൽ ജലത്തിൻ്റെ അംശമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു നോട്ട്, പ്രിപ്പയർ ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? ഇവിടെ എയിം കൊടുക്കണം അല്ലേ? ഫൈൻഡ് ഔട്ട് വാട്ടർ ഇൻ സോയിൽ. ഇനി ഇവിടെ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. സോയിൽ ഫ്രം ഗാർഡൻ, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടില്ലേ? ഇനി മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്. എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്? കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ and place it inside a transparent bottle. Close the bottle and place it in sunlight. എന്താ പറയുന്നത്? നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്നും മണ്ണ് എടുത്തിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക? ബോട്ടിൽ ക്ലോസ് ചെയ്യുക. അതിൻ്റെ അടപ്പ് അടച്ച് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യാം? നമ്മൾ വെയിലത്ത് വെക്കണം. ഇനി അതിൻ്റെ ഒബ്സർവേഷൻ എന്തായിരിക്കും? ദർ ഈസ് വാട്ടർ മോളിക്യൂൾസ് ഇൻസൈഡ് ദ ബോട്ടിൽ. കുറച്ച് നേരം വെയിലത്ത് വെച്ചപ്പോൾ എന്താണ്? കുപ്പിയുടെ ചുറ്റും എന്താണ്? വെള്ളത്തുള്ളികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയില്ലേ? അതിൻ്റെ ഇൻഫറൻസ് എന്താണ്? ദർ ഈസ് വാട്ടർ ഇൻ ദ സോയിൽ. നമ്മൾ എന്താ കണ്ടെത്തിയത്? മണ്ണിൽ എന്താണ്? വെള്ളം ഉണ്ട്. ആസ് എ പാർട്ട് ഓഫ് ദെയർ സ്റ്റഡി ട്രിപ്പ് ടു എ സോയിൽ ടെസ്റ്റിംഗ് ലാബ്, അമ്മു ആൻഡ് ഫ്രണ്ട്സ് സോ എ സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേഡ് ഓൺ എ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ലാബ്. എന്താ പറയുന്നത്? സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ട് അമ്മുവിൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്തു? മണ്ണ് പരിശോധനാ കേന്ദ്രത്തിലെത്തി. അപ്പോൾ അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്. അതിലെന്താണ് എഴുതിയിട്ടുള്ളത്? വി ക്യാൻ ഓൺലി സർവൈവ് ഇഫ് ദ സോയിൽ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം പൊല്യൂഷൻ ആൻഡ് ലോസ് ദ ഫെർട്ടിലിറ്റി. എന്താ പറയുന്നത്? നമുക്ക് മണ്ണ് മലിനമാകാതെയും അതുപോലെ അതിൻ്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടാതെയും അതിനെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ്? മണ്ണ് മലിനമാക്കാതെയും അതിൻ്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടാതെയും അതിനെ നിലനിർത്തിയാൽ മാത്രമേ നമുക്കും ഇവിടെ നിലനിൽക്കാനാവൂ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്രിപ്പയർ ആസ് എ പോസ്റ്റർ ടു ഗിവ് അവയർനെസ് ഓൺ ദ നീഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് സോയിൽ. എന്താണ്? മണ്ണ് സംരക്ഷിക്കേണ്ട ആവശ്യകതയെ മനസ്സിലാക്കി എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. ഒരുപാട് പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ലേ? നമുക്ക് എന്ത് എഴുതാം? സോയിൽ ഈസ് അവർ ലൈഫ്, കൺസേർവ് ആൻഡ് സേവ് ഇറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റർ. ഇനി അതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യോത്തരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.